കുറച്ച് കൈകാര്യം ചെയ്തോണേ. എന്തെങ്കിലും കൈവിട്ട് പോയി ഡാഡി എന്നെ വെച്ചേക്കില്ല. അതൊക്കെ ഞാൻ നോയിക്കോളാം. നീ വേഗം പോവാൻ നോക്ക്. നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? നിനക്ക് ഭയങ്കര ധൈര്യമല്ലേ? ഗിരി വരുമ്പോ അവനെ അങ്ങ് നേരിടണം. വെറുതെ എനിക്ക് വാശി കയറ്റി എന്നെ തല്ലു ഒളിക്കാനല്ലേ നിന്റെ പരിപാടി. അതേതായാലും നടക്കില്ല. വേണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോ. എന്നെയാണ് ഇവൻ തല്ലിയതെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ഇവൻ ദ്രോഹിച്ചത് മുകുന്ദനെയാ. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പറയടാ, നീ എന്തിനാ അവനെ തല്ലിച്ചത്? സ്വപ്ന പറഞ്ഞിട്ടാണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ വേണ്ട. അവളുടെ മുന്നിൽ സ്കോർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഇത്. വെറുതെ കളയണ്ട. കാരണം പറയടാ. അവനെ അടിച്ചാ നിനക്ക് വേദന എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുവേണ്ടി തന്നെയാ ചെയ്തത്. ഇനി മേലാൽ എന്നോട് വല്ല കണക്കും തീർക്കാനുണ്ടെങ്കിൽ അത് നേരിട്ടായിക്കോണം. വെറുതെ മുകുന്ദനെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചാലുണ്ടല്ലോ, കാര്യങ്ങൾ പിന്നെ തല്ലിൽ അവസാനിക്കില്ല. മനസ്സിലാവടാ? ഗിരി, നീ ഒന്ന് നിന്നേ. കൊറേയായി ഗിരിയുടെ അടിയൊന്ന് കണ്ടിട്ട്. കാലക്കി. ഞാൻ അടിച്ചതേ നിന്റെ ചേട്ടനെയാ. പേരിനെങ്കിലും കുറച്ച് സങ്കടം കാണിക്കുക. അവന്റെ കയ്യിലിരിപ്പിനനുസരിച്ചുള്ള പണി തന്നെ അവന് കിട്ടിയത്.